അപ്പോൾ നമ്മൾ ക്രോമിൽ പല ലിങ്കുകളും ക്ലിക്ക് ചെയ്തിട്ട് കയറുന്നവരാണല്ലേ. ഇപ്പോൾ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ മിസ്സുമാരൊക്കെ ഇട്ട് തരുന്ന ലിങ്ക് വെച്ച് നമ്മൾ കയറും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലിങ്ക് വാട്സപ്പിലൂടെ വരും. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോഴൊക്കെ വേറെ കുറേ അധികം വെബ്സൈറ്റുകളിലും കയറിയിട്ടാണ് ഈ കറക്റ്റായ ലിങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്, ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ അല്ലാതെ വേറൊരു ലിങ്കിലേക്കും കയറാതെ നമുക്ക് ആ ലിങ്കിൽ തന്നെ കറക്റ്റായിട്ട് കയറാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും, പ്രത്യേകിച്ച് ക്രോം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും, സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻ കാണാനൊക്കെ സാധിക്കുന്നതാണ്. നമുക്കിവിടെ വേണ്ടത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയും കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് എന്താ, യൂസ് സെക്യൂർ DNS, ഇതാ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക് എന്നൊക്കെ ഉള്ളത്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചിലർ ഇവിടെ ഓഫായിരിക്കും, ചിലർ ഓൺ ആയിരിക്കും. ഓൺ ആണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഓഫ് ആണെങ്കിൽ ഇതൊന്ന് എനബിൾ ചെയ്തിടുക. എനബിൾ ചെയ്തിട്ടതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ചൂസ് അനദർ പ്രൊവൈഡർ എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതാ കസ്റ്റമേഴ്സ് എന്ന് കാണാൻ സാധിക്കും, പ്രൊവൈഡർ URL എന്നൊക്കെ നമുക്കിവിടെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്കിവിടെ ചെറിയൊരു ആരോ മാർക്ക് കാണാൻ സാധിക്കും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഗൂഗിൾ പബ്ലിക് DNS എന്നൊക്കെ കാണാൻ സാധിക്കും, പിന്നെ നെക്സ്റ്റ് DNS എന്നൊക്കെ കാണാൻ സാധിക്കും. നമുക്കിവിടെ വേണ്ട ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ക്ലൗഡ് ഫ്ലെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, 111 എന്ന് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ഓണാക്കി വെക്കുക. കണ്ടോ, അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇത്രയും ഓണാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഏത് ബ്രൗസർ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, നമുക്കിനി ഏത് ലിങ്കിൽ വേണമെങ്കിലും കയറാവുന്നതാണ്. ഏത് ലിങ്കിൽ കയറിയാലും ആ ലിങ്കിൽ വെബ്സൈറ്റാണോ ആ വെബ്സൈറ്റിലേക്ക് മാത്രമായിരിക്കും പോകുന്നത്, വേറെ ഒരു വെബ്സൈറ്റിലേക്കും പോകുന്നതായിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിന് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആവാൻ മാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ടെക്നോളജി ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഉള്ളതെന്ന് വെച്ചേക്കുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല, മറ്റൊരു വീഡിയോ കണ്ടുപിട്ടുന്നവരെ ബൈ.